ഹലോ, ഹബ് മലയാളം പോഡ്കാസ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതാ പുതിയൊരു പോഡ്കാസ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. ആദ്യമേ തന്നെ കുറച്ചധികം ലാഗായി പോകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോറി പറയാണ്. നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് തന്നെ വരാം. ആപ്പിളിൻ്റെ അടുത്തൊരു സ്റ്റെപ്പാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറ്റുന്നത്. നമുക്ക് നിലവിൽ അറിയാവുന്ന പോലെ തന്നെ ഗൂഗിളിന് ജെമിനി ഉണ്ട്, മൈക്രോസോഫ്റ്റിന് കോപൈലറ്റും ഉണ്ട്. ആപ്പിൾ കുറച്ച് കാലമായിട്ട് ഈ ഒരു ഫീൽഡിൽ കുറച്ച് പയ്യെ പുറകിലേക്കാണ്. ഈവൻ നമ്മുടെ എലോൺ മസ്കിൻ്റെ XAI അവരുടെ ഒരു ഗ്രോക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒക്കെ വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രത്തോളം അഡ്വാൻസ്മെൻറ്റ് AI-യിലുള്ളപ്പോൾ ആപ്പിൾ എന്തുകൊണ്ടാണ് കുറേ പുറകിലിങ്ങനെ ആയിപ്പോകുന്നത്? അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നിയതാണ് ആപ്പിൾ പുറകിലാണ് എന്നുള്ളത്. റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ബ്ലൂമറാങ്ങാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് നമുക്ക് കൺഫേം ചെയ്യാം ആപ്പിൾ ഒരു ഫൈനൽ അഗ്രിമെൻറ്റിന് റെഡിയായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ടേംസ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമൗണ്ടിൽ മാത്രമുള്ളൊരു ക്ലാരിഫിക്കേഷൻ, അതാണ് ആപ്പിൾ ഇപ്പോൾ നിലവിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ക്ലൗഡ് എന്ന് പറയുന്ന ആന്ത്രോപ്പിക്കിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഒരു ഓപ്ഷനായിട്ടുണ്ട്. കൂടാതെ നമുക്ക് അറിയാവുന്ന പോലെ ChatGPT എന്ന് പറയുന്ന നമ്മുടെ ഒരു വമ്പൻ പ്ലാറ്റ്ഫോം, അവരുമായിട്ടും ഡിസ്കഷൻ ആപ്പിൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എമൗണ്ടിൻ്റെ കാര്യത്തിലൊരു ഫൈനലൈസേഷൻ വന്നു കഴിയുമ്പോൾ ഒരു കരാർ കംപ്ലീറ്റ്ലി അവർ ഒപ്പിടാനായിട്ടുള്ളൊരു സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആന്ത്രോപ്പിക്കിനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ആന്ത്രോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ അവർ വന്നിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ കുറച്ച് വർഷങ്ങളാണ് ആക്ച്വലി. അതിനുള്ളിൽ തന്നെ നല്ലൊരു ബേസ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. AI-നെ കുറച്ചും കൂടി ഹ്യൂമനിസ്റ്റിക് ആക്കി മാറ്റുക, കുറച്ചും കൂടി എത്തിക്കൽ ജഡ്ജ് ചെയ്തിട്ട് കാര്യങ്ങളെ നോക്കി കാണുവാനായിട്ട് സാധിക്കുന്ന തരത്തിൽ AI-നെ മാറ്റുക എന്നുള്ളതാണ് ആന്ത്രോപ്പിക്കിനെ മാറ്റുന്നത്. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഫൈനലൈസേഷന് ആയിട്ട് ഇപ്പോൾ ഒരു എമൗണ്ടിൻ്റെ കാര്യത്തിൽ ഫൈനലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ സിറിയെ സഹായിക്കുവാനായിട്ട് ഈ ആന്ത്രോപ്പിക്കിൻ്റെയോ അല്ലെങ്കിൽ ChatGPT-യുടെ സഹായം തീർച്ചയായിട്ടും ആപ്പിൾ പരിഗണിക്കുന്നുണ്ടാവും. ആപ്പിൾ ഓൾറെഡി അതിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആപ്പിളിൻ്റെ ഒരു സ്പെസിഫിക് എൻവയറമെൻറ്റിൽ എടുത്തിട്ട് ആപ്പിൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ ഓർഗനൈസ് ചെയ്യുകയും അവർ ക്ലൗഡ് അതിനെ വെച്ചിട്ട് ആപ്പിളിൻ്റെ ഒരു സോഫ്റ്റ്വെയറായിട്ട് എന്തോരം അത് ഇൻറ്റഗ്രേറ്റ് ആവുന്നുണ്ടെന്ന് നോക്കി ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലൗഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു എമൗണ്ടിൻ്റെ കാര്യത്തിൽ അവർ കുറച്ച് കൂടുതലാണ് പറയുന്നതെന്നാണ് ആപ്പിൾ റിപ്പോർട്ടഡ്ലി നമുക്ക് പറയാൻ സാധിക്കുക. ഇതൊരു എലിജിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അവർ എത്ര പറഞ്ഞു എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും അവർ എമൗണ്ട് കുറച്ച് കൂട്ടി പറഞ്ഞു എന്നുള്ളത് ഒരു വാസ്തവമായിട്ട് തന്നെ എടുക്കാം. കാരണം ഇതൊരു റിപ്പോർട്ടഡ് ന്യൂസാണ്. ഇനി ChatGPT എത്രയായിരിക്കും പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ആ ഒരു എമൗണ്ട് അവിടെ ആന്ത്രോപ്പിക് പറഞ്ഞപ്പോൾ ChatGPT ഒരു പരിഗണനയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് ആപ്പിൾ അതുമായിട്ട് പ്രൊസീഡ് ചെയ്തിട്ടില്ല. ആന്ത്രോപ്പിക്കുമായിട്ട് പ്രൊസീഡ് നിലവിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആപ്പിൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമായിട്ട് പ്രൊസീഡ് ചെയ്യുമ്പോഴായി കഴിഞ്ഞാലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇനിയിപ്പോൾ ഡിവൈസ് പുറത്തിറങ്ങുമ്പോൾ അതിന് ചാർജ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് എങ്ങനെയായിരിക്കും? കാരണം ഒത്തിരി അധികം ചിലവ് ആപ്പിളിന് ഇതുമൂലം വരുന്നുണ്ട്. അപ്പോൾ അത് കവറപ്പ് ചെയ്യാനായിട്ട് ടേൺ ഓവറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ആപ്പിളിന് കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായിരിക്കും സാക്രിഫൈസ് ചെയ്യാൻ പോവുക? എന്തൊക്കെയായിരിക്കും ഒരു റിസ്ക് ഫാക്ടറായിട്ട് ആപ്പിൾ എടുത്തിട്ട് മുന്നോട്ട് പോകാൻ പോവുക? ഇനിയിപ്പോൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ്ങിനെ തന്നെ അത് ബാധിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത് തന്നെ കാണാം നമുക്ക്. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ് to this episode. Thank you.